ഇതുപോലെ വലിയൊരു ആനയെ കടുവ പിടിച്ചിട്ടിരിക്കുന്നത് കണ്ടു ഞങ്ങൾ. അതായത് തുമ്പിക്കൈക്കാറ്റ് ഓൾമോസ്റ്റ് അത് കഴിച്ച് തീരാറായി. കാട്ടുപോത്തിനാണെങ്കിൽ കഴുത്തിന് പിടിച്ചാണ് കൊല്ലുന്നത്. പക്ഷേ ആനയെ മാത്രം മുകളിൽ കയറുന്നത് മസ്തകത്തിനടിച്ചാണ്. വീക്കായതുകൊണ്ട് കടുവയ്ക്ക് കറക്റ്റായിട്ട് അറിയാം. എന്ന് പറഞ്ഞാൽ വളരെ നേർത്തതായിട്ട് സ്കിന്നുകളാണ്. പിന്നെ പുറകെ കുറേ ദിവസമായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം ഇത് അറ്റാക്ക് ചെയ്ത് ഇതിൽ സ്ക്രാച്ച് വരുത്തും ഇതിൻ്റെ ദേഹത്ത്. അതായത് കുഞ്ഞിൻ്റെ ഈ ആനക്കുട്ടിയുടെ ദേഹത്ത് സ്ക്രാച്ച് വരുത്തി ഇത് വണ്ണം വെക്കാൻ തുടങ്ങും. വണ്ണം വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ പറ്റത്തില്ലാത്തൊരു അവസരത്തിലേക്ക് വരുമ്പം ഇത് പിന്നെയും ഇതിൻ്റെ പുറകെ ദിവസങ്ങളോളം നടക്കും. കരടിയാണോ കാട്ടുപോത്താണോ പോകുന്നത്? ഇതേ ഒരു കറുപ്പ് കരടി വാ. നമ്മൾ വാച്ച് ടവറിൽ നിന്ന് വെളിയിലിറങ്ങി രാവിലത്തെ ട്രക്കിങ്ങിന് പോവാണ്. ഇതാ ആ റൂട്ടിൽ തന്നെയാണ് കാട്ടുപോത്തുകളൊക്കെ പോയേക്കുന്നത്. നമ്മുടെ ട്രക്കിംഗ് പാത്തും ഈ ഒരു റൂട്ടിൽ തന്നെയാണ്. നോക്കിയേ, കായമ്പൂ അല്ലേ? കടുവയെ കണ്ട 3 തവണയും വാച്ച് ടവറിനാണ് കണ്ടത്. ഒരു തവണ പെട്രോളിങ്ങിന് അങ്ങ് പോയപ്പം ദൂരെ നിന്ന് കണ്ടായിരുന്നു. അത് ഞങ്ങൾ കിടന്ന ലേക്കിന് ടെൻറ്റിന് നേരെ അക്കരെ വന്നിരിക്കുന്ന കടുവ. രാത്രി ഒരു 8 മണിയായപ്പം അതൊരു ചെറിയ കുഞ്ഞു കടുവയായിരുന്നു. ഞങ്ങളെല്ലാം പിന്നെ എഴുന്നേറ്റ് ഒരു ടോർച്ച് അടിച്ചപ്പോഴത്തേക്ക് അവൻ വിട്ടുപോയി. ഇവിടെയാണ് ഹാഫ് ഡേ ബാമ്പു റാഫ്റ്റിംഗ് നടക്കുന്നത്. അതാ കാണുന്ന മീൻ പിടിക്കാൻ വരുന്നവരത്. വേറെ ആർക്കും വരാൻ പറ്റത്തില്ല. കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് ആന ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഇങ്ങനെ ലൈൻ ക്രോസ് ചെയ്യുക, ആന ഇങ്ങനെ ക്രോസ് ചെയ്യുമായിരുന്നു. അതും ഫോട്ടോഗ്രാഫർമാരായിരുന്നേ. അവരിതുപോലെ കറക്റ്റ് ആന കിട്ടുമെന്ന് ചോദിച്ചു വന്ന ഞങ്ങളിതുപോലെ കയറിപ്പോയപ്പോൾ കണ്ടില്ല. തിരിച്ചു വന്നപ്പോഴായിരുന്നു വഴി ക്രോസ് ചെയ്ത് ആനിങ്ങനെ ഒരു 6 എണ്ണം. എനിക്കൊന്ന് ഇന്നലെ നമ്മൾ കണ്ടെങ്കിൽ അത് തന്നെ മലയെണ്ണാനെ കിട്ടി. കൊമ്പനാണ് അത്. നല്ലൊരു ഫോട്ടോ ഇത്. അങ്ങനെയുള്ള അതായത് മൃഗങ്ങളുടെ മേറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, വളരെ അപൂർവമായിട്ട് നമുക്ക് വളരെ റയറായിട്ട് കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ മലയണ്ണാൻ്റെയൊക്കെ. അതെ. ഇന്നലെ നിങ്ങൾ വന്നേ മിനിഞ്ഞാന്ന് ഞങ്ങൾ ബോർഡർ ഹൈക്കിങ് കഴിഞ്ഞ് തിരിച്ചിറങ്ങി ഓഫീസിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ അപ്പുറം ഈ ഫുൾ ഡേ പിന്നെ ബോർഡർ ഹൈക്കിങ് ബ്രാണ്ടിപ്പാറ അറിയാവോ? ബ്രാണ്ടിപ്പാറ ഭാഗത്ത് തീ അണയ്ക്കാനായിട്ട് നമ്മളെ സാറുമാർ വിളിച്ചു വന്ന് ഞങ്ങൾ വണ്ടിക്കകത്ത് കയറി. അന്നേരപ്പോഴേ പെട്ടെന്ന് ചെന്നു. കാട്ടുതീ വന്നതിൻ്റെ അണയ്ക്കാനായിട്ട് പോയതാണ്. ചെന്നപ്പോൾ കാട്ടുതീയിൽ അണഞ്ഞു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. തൊട്ട് പുറകെ ഞങ്ങളുടെ ഓഫീസർ ജീപ്പിന് വന്നു, വേറെ ഒരു ജീപ്പിന്. അവർ ലെപ്പേഡിനെ കണ്ടാ വന്നു. അന്നേരപ്പോൾ അവർ കണ്ട്, ഞങ്ങൾ കണ്ടില്ല. അങ്ങനെ സംഭവിക്കാം. അപ്പോൾ നമ്മുടെ ട്രക്കിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബേർഡ് വാച്ചിങ്ങിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ എടപ്പാളയം വാച്ച് ടവർ ബേർഡ് വാച്ചിങ്ങിന് വേണ്ടി തുടങ്ങിയതാണെന്ന് പറഞ്ഞത്. 2018 ബേർഡ് വാച്ചേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് ആദ്യം തുടങ്ങുന്നത് തന്നെ. 1975 അല്ലേ ശ്രീനിവാസ് ചേട്ടാ? 1975 ടൈമിലൊക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ ഒന്ന് പരിചയപ്പെടുത്താം. രവിയണ്ണ ഇന്ന് നമ്മൾ കുക്കിങ്ങിൻ്റെ ടൈമിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു രവിചേട്ടനെ. അപ്പോൾ ഇതാ നമ്മുടെ ബീറ്റ് ഓഫീസർ നമ്മുടെ സുൽസാറാണ് കൂടെ ഉള്ളത്. ശ്രീനിവാസൻ ചേട്ടനുണ്ട്. നമ്മുടെ എല്ലാം ഗൈഡ് ആയിട്ട് ശ്രീനിവാസൻ ചേട്ടനും നമ്മുടെ സുൽസാറുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഒരു കാര്യം ഇതിൻ്റെ കൂടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിൻ്റെ കൂടെ നമ്മുടെ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ പലരും കമൻറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കടുവ ആനേനെ ഒന്നും ആക്രമിക്കാൻ മുതിരില്ല, അതിനുള്ള ധൈര്യമില്ല എന്നും പറഞ്ഞിട്ട്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഏകദേശം ഒരു
6-7 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഇതുപോലെ പെട്രോളിങ്ങിന് പോകാറുണ്ട്. മഴ സമയത്ത് ടൂറിസ്റ്റുകൾ കുറയുമ്പോൾ പെട്രോളിങ്ങിന് പോകുന്ന സമയത്ത് ഇതുപോലെ വലിയൊരു ആനയെ കടുവ പിടിച്ചിട്ടിരിക്കുന്നത് കണ്ട് ഞങ്ങൾ. അതായത് തുമ്പിക്കൈക്കറ്റ് ഓൾമോസ്റ്റ് അത് കഴിച്ച് തീരാറായി. പിന്നെ അതുപോലെ തന്നെ വേറെ സ്ഥലത്ത് ഞങ്ങൾ പെട്രോളിങ്ങിന് പോയപ്പം അതും കണ്ട്. കാരണം 2 തവണ കടുവ ആനയെ പിടിച്ചായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ആനേനെ എങ്ങനെയാ കടുവ പിടിക്കുക? അത്രയും വലിയ ഒരു ജീവിയല്ലേ? കഴുത്തിന് പിടിച്ചല്ല കൊല്ലുന്നത്, മസ്തകത്തെ അടി കഴുത്തിന് പിടിച്ചാണ് കടുവ. മ്ലാവിനെയാണേലും കാട്ടുപോത്തിനാണെങ്കിലും കഴുത്തിന് പിടിച്ചാണ് കൊല്ലുന്നത്. പക്ഷേ ആനയെ മാത്രം മുകളിൽ കയറുന്നത് മസ്തകത്തിനടിച്ചാണ്. വീക്കായതുകൊണ്ട് കടുവയ്ക്ക് കറക്റ്റായിട്ട് അറിയാം. അല്ല, അതുപോലെ ഒരു അഡൽട്ടായിട്ടുള്ള ഒരു കടുവയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയത്തുള്ളൂ. അതും ആനകളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ കാട്ടുപോത്തിനെ മ്ലാവിനെ തിന്നുന്ന പോലെ എപ്പോഴും കൊല്ലുമല്ല. അത് ചിലപ്പോൾ വർഷത്തിലല്ലെങ്കിൽ 2-3 വർഷങ്ങളൊക്കെ കൂടുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റുക. കടുവ അടിക്കും എന്നുള്ളത് ശരിയാണ്. ശരിയാ, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. സംശയമില്ല. ഈ സഫാരിക്ക് പോകുമ്പോൾ ഒരു കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ സഫാരിക്ക് പോകുമ്പോൾ കുഞ്ഞുള്ള ആനക്കൂട്ടത്തിന്റെ പുറകെ ഈ കുഞ്ഞിനെ ടാർഗറ്റ് ചെയ്തിട്ട് കടുവ ഇങ്ങനെ പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പല സമയത്ത്. അപ്പോൾ അത് എന്ത് കാരണത്താലായിരിക്കാം? അത് ഒരു കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ അവർക്ക് ഈസി ടാർഗറ്റാണ്. അവർക്ക് വലിയ ഹാർഡ് വർക്ക് ഇല്ലാതെ കിട്ടും. പക്ഷേ അതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമല്ല. കടുവയ്ക്ക് എന്താണെന്ന് അറിയില്ല, അവർ അന്നേരപ്പോഴത്തെ ഒരു തോന്നലായിരിക്കും ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എന്താണ് അവൻ ടാർഗറ്റ് ചെയ്തേക്കുന്നത്, ആ ടാർഗറ്റ് അവൻ പിന്നെ ഫോളോ ചെയ്തിട്ട് 8-10 ദിവസം അതിന് പുറകെ നടക്കും. പക്ഷേ കുഞ്ഞിനെ ടാർഗറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തള്ളയാന ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. പിന്നെ തീർച്ചയായിട്ടും അത് ഡേഞ്ചറസ് ആണ്. അതാണ് പറഞ്ഞത്, അത്രയും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കടുവയ്ക്ക് മാത്രമേ, അഡൽട്ടായിട്ട് ഒരാൾക്ക് മാത്രമേ ഈ ആനയുടെ കുഞ്ഞുങ്ങളെയും പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ല സ്കിന്നെന്ന് പറഞ്ഞാൽ വളരെ നേർത്തതായിട്ട് സ്കിന്നുകളാണ്. പിന്നെ പുറകെ കുറേ ദിവസമായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം ഇത് അറ്റാക്ക് ചെയ്ത് ഇതൊരു സ്ക്രാച്ച് വരുത്തും ഇതിൻ്റെ ദേഹത്ത്. അതായത് കുഞ്ഞിൻ്റെ ഈ ആനക്കുട്ടിയുടെ ദേഹത്ത് സ്ക്രാച്ച് വരുത്തി കഴിഞ്ഞ് കുറേ ദിവസം കൂടെ ഇതിൻ്റെ പുറകെ നടന്ന് നിരീക്ഷിക്കും. അതിൻ്റെ തള്ളയും ആനകൾ അതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഈ സ്ക്രാച്ച് വലുതായി വളരെ രീതിയിൽ ഇത് വണ്ണം വെക്കാൻ തുടങ്ങും. വണ്ണം വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ പറ്റത്തില്ലാത്തൊരു അവസരത്തിലേക്ക് വരുമ്പം ഇത് പിന്നെയും ഇതിൻ്റെ പുറകെ ദിവസങ്ങളോളം നടക്കും. അപ്പോൾ ഈ വണ്ണം വെച്ച് കഴിയുമ്പോൾ ഈ കുഞ്ഞ് ആനയ്ക്ക്, കുട്ടിയെ സംബന്ധിച്ചോളം അത് നടക്കാൻ പറ്റത്തില്ല. നടക്കാൻ പറ്റത്തില്ലാത്ത കുറച്ച് ദിവസങ്ങളൊക്കെ അത് താഴെ വീണും ചെരിഞ്ഞ് വീണും ഒക്കെ നക്കും. എന്നാലും അമ്മ ആനകളെ തട്ടിക്കൊണ്ട് പോകും. പക്ഷേ അതിന് പിന്നെയും കുറേ ദിവസം ഫോളോ ചെയ്തതിന് ശേഷം ഇതിനൊട്ടും നടക്കത്തില്ലെന്ന് പറയുമ്പം ഈ കുട്ടി ആന പതിയെ നിലത്തേക്ക് വീഴുക. അപ്പോൾ ആ കുട്ടി വീഴുന്ന സ്ഥിതിക്ക് ഇതിനെ അമ്മ ആന അതിന് ചുറ്റും നിൽക്കുകയും, എന്നാൽ കുറേ ദിവസം കഴിയുമ്പോഴേക്കും ദേഹം പഴുക്കാൻ തുടങ്ങും. അപ്പം ഇതിന് മനസ്സിലാകും, ഇതിന് ഈ അമ്മ ആനയ്ക്ക് മനസ്സിലാകും കുട്ടിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. കുറേ ദിവസം കൊണ്ട് ഇപ്പോൾ ഇത് ഒരു മണത്തിലേക്ക് പോകുമ്പം ഇത് വന്ന് ഈ അറ്റാക്ക് ചെയ്ത് ഇതിനെ ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണല്ലേ കടുവ കുട്ടീനെ കൂട്ടത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത് അല്ലേ? അല്ലാണ്ട് തള്ളയാനകൾ ഈ ആനയെ അടിക്കുമെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നടക്കുന്ന ആനകളെ ആയിരിക്കും അടിക്കുന്നത്? അത് കൂട്ടത്തിലുള്ള കാട്ടുപോത്തിനെ തന്നെയാണേലും കൂട്ടത്തിൽ നിൽക്കുന്ന കാട്ടുപോത്തിനല്ല കടുവ പിടിക്കുന്നത്, സിംഹങ്ങളെ പോലെയല്ല. അതായത് ചിലപ്പോൾ ഒരു ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഈ പറഞ്ഞ പോലെ 8-10 ദിവസങ്ങൾ പുള്ളി കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. എന്നാണ് അവന് കിട്ടുന്ന നല്ലൊരു അവസരം, ആ അവസരം അവൻ കറക്റ്റായിട്ട് വിനിയോഗിക്കും കടുവ. ആ കൂട്ടത്തിൽ കയറി ഒരിക്കലും അറ്റാക്ക് ഒന്നും ഇവിടെ കണ്ടില്ല. റിസ്ക് ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് ഒരു ചാൻസ് കിട്ടുമ്പോഴാണ് ചെന്ന് പിടിക്കുന്നത്. പിന്നെ തിരിച്ചും സംഭവിക്കാറുണ്ട്. കടുവ ഇങ്ങനെ ചത്തു കിടക്കുന്ന കണ്ടിട്ടുണ്ട് ഈ കാട്ടുപോത്ത് ഇടിച്ചിട്ട് ആക്രമണത്തിൽ തിരിച്ച്. അതായത് ഒരു എങ്ങാട്ടിലെ കടുവ വെച്ചാൽ അവർക്ക് ട്രെയിനിങ് നിലവിൽ കിട്ടാത്ത ഒരാൾക്കായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. ബാക്കി അടച്ചാട്ട ഒരു കടുവയൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് അത് ചെയ്തിരിക്കും. എന്താണെങ്കിലും ഈ വാല്യബിൾ ഇൻഫർമേഷൻ നമുക്ക് തന്നതിന് ഒത്തിരി താങ്ക്സ്. കാരണം നമ്മുടെ വീഡിയോസ് കാണുന്ന പലരും കമൻറ്റ് ആയിട്ട് ഇടുന്നുണ്ട്, 2 അഭിപ്രായത്തിലുള്ളവരുണ്ട് കടുവ. അപ്പോൾ ആനേനെ അടിക്കുമെന്ന് തന്നെ തീർച്ചയായിട്ടും നമുക്കത് എക്സ്പീരിയൻസ് ഉള്ളവർ പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് 5-6 വർഷങ്ങൾക്ക് മുന്നേ കണ്ട കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ അത് തീർച്ചയാണ്, ആനേനെ കടുവ അടിച്ചിട്ടുണ്ട്. കരടിയാണോ കാട്ടുപോത്താണോ പോകുന്നത്? ഇതേ ഒരു കറുപ്പ് കരടി വാ അതേ പോന്നു താഴെ വീഴല്ലോ. ഇതേ തെളിഞ്ഞു കിടക്കുന്നുണ്ടോ? ആ മലയിൽ ഒരു കറുത്ത സ്പോട്ട് കണ്ടോ? ബൈനോക്കുലറും ഇല്ല അതെ. ഞാൻ ഇന്നും
ആന കയറത്തില്ല അവർ പറയുന്നത് ആളുകളെ കയറും. ഇറങ്ങുമ്പോൾ നേരെ കുത്തിനിറങ്ങാതെ അവർ പാറപ്പുറത്താകുമ്പോൾ ചെരിഞ്ഞിറങ്ങും താഴ്പോട്ട്. ഈ വലിയ മലയുടെ മുകളിലൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ഇനിയിപ്പോൾ ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ നല്ല പുല്ലായിരിക്കും. ആ സമയത്ത് ഇവർക്ക് ഇഷ്ടം പോലെ ഫുഡായിരിക്കും. കാട്ടുപോത്തിന് ആനയ്ക്ക് മിക്കവാറും നമുക്ക് ആനയെ കാണാൻ പറ്റുന്നത് ഇതുപോലെ മല മുകളിലായിരിക്കും. ഇപ്പം വെയിൽ കൂടുതലുണ്ട്, ഇവരൊന്നും കാണാൻ പറ്റില്ല. പിന്നെ പോസിബിലിറ്റി മുല്ലപ്പുഴ ഡാം ദേ കാണുന്ന മല ഉണ്ടോ, അതിന് പുറവശമാണ് ഡാം, മുല്ലപ്പുഴ ഡാം. നമ്മൾ ഓൾമോസ്റ്റ് അടുത്ത ഒരു 3-4 കിലോമീറ്റർ 5 കിലോമീറ്റർ അടുത്ത് അത്രേ ഉള്ളൂ. ഞാൻ ആ കരടിയാണ് നോക്കുന്നത്. കുറേ നേരം കണ്ടേ പുള്ളി വന്നിട്ട്. നമ്മളെ ഒരു 2 മിനിറ്റ് താമസിച്ചു. 2 മിനിറ്റ് അല്ലേ? 2 മിനിറ്റ്. അപ്പം കറക്റ്റ് നമ്മുടെ ഈ ഐ ലെവലിൽ കിട്ടിയാൽ എന്നാലും കണ്ടല്ലോ, കുഴപ്പമില്ല. നമ്മൾ ട്രക്കിംഗ് പാത്തിൽ തടാകത്തിലെ തീരത്ത് തന്നെ വീണ്ടും വലിയ പഴക്കമില്ല, അധികം പഴക്കമില്ല കേട്ടോ. അതെ 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 അതെ, അധികം പഴക്കമില്ലാത്ത. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു കടുവേനെ കൊണ്ടുവന്നായിരുന്നു എൻ്റെ കൂടെ. അതെ, നമ്മള് സ്റ്റേ ചെയ്യുന്നത് തൊട്ടപ്പുറയാണ്. ആ സ്റ്റേയുടെ അവിടുന്ന് അധികം ദൂരത്തിലല്ലാണ്ട് കടുവ ഇന്നലെ രാത്രി അല്ല ആ സമയത്തൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അധികം പഴക്കമില്ല. ഇത് രാവിലത്തെ ആ ഒരു വെളുപ്പിനത്തായിരിക്കും. ലെപ്പേഡിന്റെ പപ്പാക്കാണ് ഇത് കാണുന്നത്. ഇത് അധികം പഴക്കമില്ലാത്ത മണ്ണുണ്ട്. ഇത് അപ്പോൾ നമ്മൾ പറഞ്ഞ സാധനം എല്ലാം വന്നല്ലേ. അങ്ങനെ നമ്മളത് സ്റ്റേയിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഇന്നലെ രാത്രി കാട്ടുപോത്തുകൾ കടന്നത്. രാവിലെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ കാട്ടുപോത്തുകളൊക്കെ കിടന്നുറങ്ങിയത് ഇവിടെയായിരുന്നു. അത് നമുക്ക് ബാക്കിൽ കാണാൻ സ്റ്റേ. വനത്തിലേക്ക് കയറി കഴിയുമ്പം നമ്മൾ ആദ്യമേ കാണുന്നത് ജയൻറ്റ് സ്ക്വറലാണ്. അതും മരത്തിൻ്റെ പൊത്തിലൂടെയും അല്ലെങ്കിൽ മരത്തിൻ്റെ എകരത്തിൻ്റെ ഇടയിൽ നിന്ന് നമ്മളെ കാണുകയും നമ്മുടെ ചലനം മനസ്സിലാക്കി അത് കോള് വിടും. ആ കോള് കേട്ടോണ്ട് ആ ദൂരെയുള്ള ജയൻറ്റ് സ്ക്വറൽ മനസ്സിലാക്കി അവനവിടെ വിജിലൻ്റ് ആവും. ഈ കോള് കേട്ടിട്ട് ചുറ്റുവട്ടത്തുള്ള നമ്മുടെ നിരകളിലെ ലെങ്കൂർ ഇത് ചുറ്റി വീശിയതിന് ശേഷം ഏതെങ്കിലും അനക്കം താഴെയുണ്ടോ എന്ന് കണ്ടതിന് ശേഷം ഇവനും വിജിലൻ്റ് ആകാൻ വേണ്ടി അവനും കോള് ഇടും. കോള് വിട്ട് അതിൻ്റെ സാമീപ്യമുള്ള അതേ ഇനത്തിൽപ്പെട്ട മൃഗങ്ങൾക്ക് അവൻ ആ സിഗ്നൽ കൊടുത്ത് അവർ വിജിലൻ്റ് ആവും. അങ്ങനെയാണ് കാട്ടിലേക്ക് നമ്മൾ കയറി കഴിയുമ്പോൾ തന്നെ ഈ മൃഗങ്ങളെല്ലാം നമ്മളെ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അലേർട്ടായി, എല്ലാവരും അലേർട്ടാവും. അങ്ങനെ നമ്മൾ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് വന്ന് നമ്മൾ നേരത്തെ തന്നെ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ഏകദേശം ഒരു 10 മണി 10:30 ആകാൻ പോവുക. അപ്പോഴത്തേക്ക് നമ്മൾ വന്നപ്പോഴത്തേക്കും രവിചേട്ടൻ ഇതാ നമുക്ക് ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഊണും കൂടെ കഴിച്ചിട്ടാണ് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യേണ്ടത്. നമുക്ക് നേരത്തെ ഇറങ്ങണം എന്നുള്ളൊരു പ്ലാൻ ഉള്ളതുകൊണ്ട് ഇവിടുന്ന് കിട്ടാവുന്ന സാധനങ്ങളൊക്കെ കിട്ടി എന്നുള്ളതുകൊണ്ടും നമ്മൾ ചോറും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൂടെ ഒന്നിച്ചതാണ് കഴിക്കാൻ പോകുന്നത്. ഇതാ ഊണ് റെഡി ആയിട്ടുണ്ട്. ഊണ് ഇതാ നേരത്തെ തന്നെ രവിചേട്ടൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ദോശ, ബ്രേക്ക്ഫാസ്റ്റ് ദോശ, ഇതാ ചോറിൻ്റെ കറികൾ ആയിട്ടുള്ള സാധനങ്ങളും സാമ്പാർ, ഇതാ മെഴുക്ക് പുരട്ടികളൊക്കെ ഉണ്ട്, മുട്ടക്കറിയുണ്ട്. ഇതെല്ലാം ആയിട്ട് നമ്മളൊരു പിടിക്കാൻ പോവാം. ഇവിടെ സ്റ്റേ ചെയ്യാൻ ഇപ്പോൾ വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 2 പേർക്ക് 10,000 രൂപയാണ്. അതിൽ ഇൻക്ലൂഡിങ് 3 നേരത്തെ ഫുഡ്, സ്റ്റേ, പിന്നെ 2 ട്രക്കിങ്, വൈകിട്ടത്തെ ഷോർട്ട് ട്രക്കിങ്, മോർണിംഗ് ട്രക്കിങ്. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പാക്കേജാണ്. അപ്പോൾ ഒരുപാട് ത്രില്ലിംഗ് എക്സ്പീരിയൻസുകൾ സമ്മാനിച്ച എടപ്പാളയം വാച്ച് ടവറിൽ നിന്ന് നമ്മൾ യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ്. അപ്പോൾ ഇതിൻ്റെ രാത്രി എക്സ്പീരിയൻസൊക്കെ ആയിട്ടുള്ള എപ്പിസോഡ് 1 കാണാത്തവരൊന്ന് കയറി കാണുക.
അപ്പോൾ വീഡിയോകൾക്കൊക്കെ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ തന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്കായിട്ട് കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.